ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وبه نستعين ولا حول ولا قوة إلا بالله العلي العظيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ ആരൊക്കെയാണ് എന്ന് പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് പരിചയപ്പെടുത്തിയ വിശ്വാസികളുടെ മഹത്വങ്ങളെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഒരു സുപ്രധാനമായ അവരുടെ ക്വാളിറ്റി, അവരുടെ ഒരു മഹത്വം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ക്വാളിറ്റിയായി അവരെ പറ്റി പരിചയപ്പെടുത്തിയ ആയത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്ഖി വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദ് ഫീഹി മുഹാന. അല്ലാഹുവോടൊപ്പം വേറെയൊരു ആരാധ്യനെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരും, ലാ യദ്ഊന മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം വേറെയൊരു ആരാധ്യനെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരും, ഇലാഹൻ ആഖർ, വേറെയൊരു ആരാധ്യൻ, വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു പവിത്രമാക്കി വെച്ചിട്ടുള്ള ജീവനെ ന്യായമായ കാരണത്താലല്ലാതെ ഹനിച്ചു കളയാത്തവരും, വലാ യഖ്തുലൂന, ഹനിച്ചു കളയാത്തവർ, കൊല ചെയ്യാത്തവർ, അൻ നഫ്സല്ലതീ ഹറമല്ലാഹ്, അള്ളാഹു പവിത്രമാക്കിയ ഒരു ജീവനെ, ഇല്ലാ ബിൽ ഹഖ്, ന്യായമായ കാര്യം കൊണ്ടല്ലാതെ ഹനിച്ചു കളയാത്തവർ, കൊല ചെയ്യാത്തവർ, വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവർ, വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ആ കാര്യങ്ങൾ വല്ലവനും ചെയ്യുന്ന പക്ഷം അവൻ പാപഫലം കണ്ടെത്തുക തന്നെ ചെയ്യും എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാനുള്ളതും ആ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഒരു ജീവനെ ഹനിച്ചു കളയുക, കൊലപ്പെടുത്തി കളയുക. രണ്ടാമത്തത് വലാ യസ്നൂൻ, വിശ്വാസികളുടെ ക്വാളിറ്റിയായി പഠിപ്പിച്ചത് വ്യഭിചരിക്കാത്തവർ എന്നാണ്. അപ്പോൾ വ്യഭിചാരം എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വിശദീകരണമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിനു പുറമെ മറ്റൊരു ഇലാഹൻ ആഖറ, മറ്റൊരു ആരാധ്യനെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവർ എന്നതാണ്. അതിനുശേഷം അള്ളാഹു വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അവിടെ വർത്തമാനകാലത്ത് തീരെ വിലയില്ലാതെ കൊലപ്പെടുകയും അതുപോലെ തന്നെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യാപകമായി കാണുന്നുണ്ട്. നിസാര കാരണങ്ങളുടെ പേരിൽ പലരും കൊലപാതകങ്ങൾ നടത്തുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഇസ്ലാമികമായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അവിടെ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഈ ലോകത്ത് തന്നെ ആദ്യമായി നടന്ന അന്യായമായ കൊലപാതകം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നതായി കാണുവാൻ സാധിക്കും. മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ രണ്ട് പുത്രന്മാർ ഓരോ ബലികർമ്മം നടത്തുകയും നടത്തിയതിൽ ഒരാളുടേത് സ്വീകരിക്കപ്പെടുകയും മറ്റേയാളുടേത് തള്ളപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. തൻ്റേത് സ്വീകരിക്കപ്പെടാതെ
തൻ്റെ സഹോദരൻ്റേത് മാത്രം സ്വീകരിച്ചൊരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വീകരിക്കപ്പെടാത്തവന് തൻ്റെ സഹോദരനോട് അസൂയ ഉണ്ടാവുകയും അങ്ങനെ സ്വീകരിക്കപ്പെട്ടത് ആരുടേതാണോ അദ്ദേഹത്തെ ആ ആദൻ നബിയുടെ മകനെ ആദൻ നബിയുടെ മറ്റൊരു പുത്രൻ കൊലപ്പെടുത്തി കളയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു 30-ാമത്തെ വചനത്തിൽ അള്ളാഹു ഈ ഒരു കാര്യം സൂചിപ്പിക്കുമ്പോൾ അവിടെ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഖുർആൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്, കൊലപ്പെടുത്തിയത് കാബീൽ എന്നു പേരുള്ള മകനും കൊല ചെയ്യപ്പെട്ടത് ഹാബീൽ എന്നു പേരുള്ള മകനുമാണെന്നാണ്. ഇവിടെ ഒരാളുടെ ജീവനെ അന്യായമായി കൊലപ്പെടുത്തുന്ന ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ, ഒരാളുടെ ജീവനെ അന്യായമായി കൊലപ്പെടുത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൊലപാതകം എന്നത് അത്രയും ഗൗരവമുള്ള ഒരു തിന്മയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ 2 മക്കളിൽ സംഭവിച്ച ആ കാര്യം, അതിനെ മുൻനിർത്തി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ആ കാര്യം. ഒരു വ്യക്തി കൊല്ലപ്പെടുകയാണ്, അന്യായമായി കൊല്ലപ്പെടുകയാണ്. അപ്പോൾ കൊല ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന കൊലപാതകത്തിൻ്റെ കുറ്റം, അയാളുടെ കൊലപാതകത്തിലെ കുറ്റത്തിൻ്റെ പങ്ക് ആദ്യമായി ഭൂമിയിൽ കൊലപാതകമെന്ന കുറ്റം നടപ്പിൽ വരുത്തിയ ആ വ്യക്തി ആരാണോ അയാളിലേക്ക് വന്നു ചേരുമെന്നതാണ്. മഹാനായ ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽ സംഭവിച്ച ഈ ഒരു കാര്യത്തിലേക്ക് നമുക്കതിനെ ചേർത്ത് വായിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ രൂപത്തിൽ നമ്മൾ കൊലപാതകത്തെ മനസ്സിലാക്കുമ്പോൾ എത്രയോ വലിയ ഗൗരവമുള്ള പാവമായിട്ടാണ് നമുക്കതിനെ കാണുവാൻ സാധിക്കുന്നത്. ഇനി കൊലപാതകം വൻപാപങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്ന ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ ഒരിക്കൽ സബുഉൽ മൂബിക്കാത്ത് എന്താണ് എന്ന് സ്വഹാബികളെ പരിചയപ്പെടുത്തി. അപ്പോൾ സ്വഹാബികൾ എന്താണ് ആ കാര്യങ്ങളെന്ന് പ്രവാചകരോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിൽ ഷിർക്ക് എണ്ണി, അതുപോലെ തന്നെ സിഹർ മാരണം ചെയ്യുന്നതിനെ എണ്ണി, അതുപോലെ വഖത്തുലുൻ നഫ്സ് അല്ലത്തി ഹറമല്ലാഹ് അള്ളാഹു പവിത്രമാക്കിയ ഒരു ജീവനെ ഹനിക്കുന്നത്, കൊലപ്പെടുത്തുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കൊലപാതകം എന്നുള്ളത് ഇത്രയും വലിയ കുറ്റമായിട്ടാണ് അള്ളാഹുവും റസൂലും ഒരുപോലെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കൊലപാതകമെന്ന ആ കുറ്റത്തിൽ നിന്ന് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനത്തെ കൃത്യമായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാം എന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്തു നിന്ന് നമുക്കറിയാൻ സാധിക്കുകയാണ്. അവിടെ തൻ്റെ സഹോദരന് നേരെ ഇരുമ്പിൻ്റെ ആയുധം കൊണ്ട് ചൂണ്ടുന്നത് പോലും, തൻ്റെ ഉമ്മയിലും ഉപ്പയിലുമുള്ള സഹോദരന് നേരെ ചൂണ്ടുന്നത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകളുടെ ശാപം ലഭിക്കുന്നതിന് കാരണമായി പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആദ്യമായി കൊലപാതകത്തിൻ്റെ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിധി നടപ്പിലാക്കുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ ഒരു അവസ്ഥ, ഈ ഒരു തിന്മയുടെ ഒരു അവസ്ഥ അവസാന കാലഘട്ടമാകുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നും നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ലാ തദ്ഹബു ദുനിയ ഹത്താ യഅതി അലന്നാസി യൗമുൻ ലാ യദ്രി അൽ ഖാതിലു ഫീമ ഖതല വലൽ മഖ്തൂലു ഫീമ ഖുതില. അവസാന കാലഘട്ടം വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഈ കൊലപാതകം വർദ്ധിക്കുമ്പോൾ ലാ യദ്രി അൽ ഖാതിലു ഫീമ ഖതല, ഈ കൊല ചെയ്ത വ്യക്തിക്ക് അറിയില്ല എന്തിനാണ് ഞാൻ എൻ്റെ ഒരു സഹോദരനെ കൊലപ്പെടുത്തിയത് എന്ന് ചെയ്ത വ്യക്തിക്ക് അറിയാത്തൊരു സാഹചര്യം. വലൽ മഖ്തൂലു ഫീമ ഖുതില, കൊല്ലപ്പെട്ട വ്യക്തിക്ക് അറിയില്ല എന്തിനാണ് എന്നെ കൊലപ്പെടുത്തിയത്, ഞാൻ എന്തിനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് എന്നറിയാത്ത അവസ്ഥയിലായിരിക്കും. ഇതിൻ്റെ വ്യാപനവും അത്രയും ഗൗരവമില്ലാത്ത അവസ്ഥയിലും ജനങ്ങൾക്കിടയിൽ ഈ ഒരു തിന്മ വ്യാപിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അവിടെയാണ് ഇസ്ലാം അതിൻ്റെ കൃത്യമായ നിയമത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. യാ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖുൻ, നിങ്ങൾക്ക് സൂക്ഷ്മതയുണ്ടാകുവാൻ ബുദ്ധിയുള്ളവരെ എന്ന് അള്ളാഹു വിളിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്നത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുന്നാണ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊലപ്പെടുത്തിയാൽ, അന്യായമായിട്ടാണ് കൊലപ്പെടുത്തിയത് എങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ പ്രകാരം ആ കൊല ചെയ്ത വ്യക്തിയെ അയാളെയും തിരിച്ചിങ്ങോട്ട് കൊല ചെയ്ത് കളയണമെന്നാണ്, അയാളുടെ ജീവനും എടുത്തു കളയണമെന്നാണ്. അതല്ല അയാൾക്ക് നൽകുന്ന ശിക്ഷാമുറകൾ ഒരു കുറച്ച് സമയത്തേക്കുള്ള ജയിൽവാസമാണ് എങ്കിൽ, അതല്ലെങ്കിൽ അയാളെ ബാധിക്കുന്ന രൂപത്തിലുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് അയാളുടെ ശിക്ഷാ നടപടിയെങ്കിൽ അതൊന്നും അയാളെ ബാധിക്കുകയില്ല. ആ കാലഘട്ടം കഴിഞ്ഞാൽ, അയാൾക്ക് ലഭിച്ച ആ ശിക്ഷ കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും അയാൾ ചെയ്ത ആ തിന്മയിലേക്ക് വീണ്ടും അയാൾ പ്രവർത്തിക്കുന്ന അവസ്ഥ, അയാൾ വീണ്ടും ആ തിന്മ ആവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കൊലപാതകം ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ
കൊലപ്പെടുത്തിയ വ്യക്തിയെ കൊലപ്പെടുത്തുക എന്നതാണ് ഇസ്ലാം പറയുന്ന നിയമം. അതോടുകൂടെ അയാളിൽ നിന്നുണ്ടാകുന്ന ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന തിന്മകൾ നിന്നുപോകും, അതിന് പിന്നീട് അവസരമുണ്ടാവുകയില്ല എന്ന അർത്ഥത്തിലാണ് ഈ നിയമത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര നല്ല രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ ആ നിയമം നമുക്ക് മുമ്പിലുള്ളത്. അതുപോലെ ഇസ്ലാം കുറ്റകരമായി പഠിപ്പിക്കുന്ന കൊലപാതകത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ള കുറ്റം. ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അതിന് മുതിരുന്നൊരു സാഹചര്യം നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അവിടെ ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിൻ്റെ ഈ സുന്ദരമായ നിർദ്ദേശങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ട് അവന് ഇസ്ലാമിൻ്റെ ആ ഒരു സുന്ദരമായ പാതയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെ നിങ്ങൾ കൊലപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞ ആയത്ത് ഖുർആനിൽ നമുക്ക് കാണാം. വലാ തഖ്തുലൂ അൻഫുസക്കും. ആ വിഷയം പറയുമ്പോൾ ആത്മഹത്യ വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും തൻ്റെ ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന വളരെ വലിയ തിന്മ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. യുവാക്കളും ആരോഗ്യമുള്ളവരുമെല്ലാം ഇതിൻ്റെ ആളുകളായി, ഇതിൻ്റെ അടിമകളായി വലിയ അഡിക്ഷൻ ബാധിച്ച് ജീവിതത്തെ വലിയ പ്രയാസത്തിലെത്തിച്ച ആളുകൾ നമുക്ക് മുമ്പിലുണ്ട്. അവർ അവരുടെ സ്വന്തത്തെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലുള്ള തിന്മകളെയെല്ലാം ഇസ്ലാം വളരെ വ്യക്തമായി വിമർശിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യമാണ് ഭ്രൂണഹത്യ എന്നുള്ളത്. ചെറിയ മക്കളെ ഉമ്മയുടെ ഉദരത്തിൽ ആകുമ്പോൾ തന്നെ കൊലപ്പെടുത്തി കളയുന്ന ഈ ഒരു രീതി ഇസ്ലാം അതിനെയും വിമർശിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കൊല്ലപ്പെട്ട, കുഴിച്ചു മൂടപ്പെട്ട കുട്ടികൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഭ്രൂണത്തിലുള്ള മക്കളെ കൊന്ന മാതാപിതാക്കൾ അന്ന് മറുപടി പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പട്ടിണി ഭയന്ന് മക്കളെ കൊല്ലുവാൻ തയ്യാറായിരുന്ന ജാഹിലിയ അറബികളുടെ സമ്പ്രദായത്തെ വിമർശിക്കുന്ന ഖുർആൻ വചനങ്ങൾ ഇന്ന് യോജിക്കുക ജനസംഖ്യാവർദ്ധനവിനെക്കുറിച്ച ഭീതി പരത്തി ഭ്രൂണഹത്യക്ക് പ്രേരിപ്പിക്കുന്നവരുടെ ചെയ്തികൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ അതിനെയും കൃത്യമായി നിഷ്കർഷിക്കുന്നതായി കാണുവാൻ സാധിക്കും. വലാ തഖ്തുലൂ ഔലാദക്കും ഖശിയത ഇംലാഖ്. പട്ടിണി കാരണം പട്ടിണി ഉണ്ടാകുമോ എന്ന ഭയത്താൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊലപ്പെടുത്തി കളയരുത് എന്ന ഖുർആനിൻ്റെ നിർദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ് എന്ന ഖുർആനിൻ്റെ മഹത്തരമായ വചനം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ജീവികളെ കൊല ചെയ്യുന്നൊരു പ്രവണത, വെറുതെ അന്യായമായി നമുക്ക് ചുറ്റും ജീവിക്കുന്ന മറ്റു ജീവജാലങ്ങളെ കൊലപ്പെടുത്തുന്നൊരു സാഹചര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ അതിനെ കൊലപ്പെടുത്തി കളഞ്ഞ സ്ത്രീ, ആ സ്ത്രീയെപ്പറ്റി ആ സ്ത്രീ നരകത്തിലാണെന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തി. അതുപോലെ ദാഹിച്ചു വലഞ്ഞു വന്ന നായക്ക് വെള്ളം കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ആ വ്യക്തി, അയാൾ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടെയെല്ലാം സഹജീവികളോട്, തൻ്റെ ചുറ്റും കാണുന്ന ജീവികളോട് എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ ഇടപഴകണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ നിർദ്ദേശം ഇസ്ലാമിൻ്റെ ചുവടെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ കൊലപാതകമെന്ന, ശരീരത്തെ കൊലപ്പെടുത്തുക എന്ന, ആത്മഹത്യ എന്ന, ഭ്രൂണഹത്യ എന്ന, ചുറ്റുമുള്ള ജീവികളെ കൊല ചെയ്യുക, കൊലപ്പെടുത്തി കളയുക എന്ന ഇത്തരം തിന്മകളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ നമ്മൾ കൃത്യമായി വലിയ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുകയും ഇസ്ലാമിൻ്റെ ചുവടെ പറയപ്പെട്ട നിയമങ്ങളെ പഠിക്കുകയും അതിൻ്റെ ആളുകളായി മാറുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന് ആയത്തിൽ സൂചിപ്പിച്ചത് വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്ത ആളുകൾ എന്നുള്ളതാണ്. ഈ ഇബാദുർ റഹ്മാനായ ആളുകളുടെ ക്വാളിറ്റിയായി പഠിപ്പിക്കുന്നത് വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്ത ആളുകൾ എന്ന അർത്ഥത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അതിൻ്റെ നിർദ്ദേശങ്ങൾ വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. വിശ്വാസികളുടെ ക്വാളിറ്റി എന്താണ്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, തൻ്റെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്ന ആളുകൾ എന്നാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, തൻ്റെ ഭാര്യമാരുടെ അടുക്കലും അതുപോലെ തന്നെ അടിമകളുടെ അടുക്കലും എന്നാണ്. അടിമ സ്ത്രീകളുള്ള ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഈ രണ്ട് ആളുകളുടെ അടുക്കലല്ലാത്തവരിൽ നിന്ന് നമ്മൾ നമ്മുടെ ലൈംഗിക ദാഹം പൂർത്തീകരിക്കാൻ വേണ്ടി സമീപിച്ചു കഴിഞ്ഞാൽ അവരെപ്പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയത് ഫഉലൈക ഹുമുൽ ആദുൻ, അവർ അതിരി കവിഞ്ഞവരാണ് എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഇസ്ലാം കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുന്നവരാണ്. വ്യഭിചാരമെന്ന വലിയ പാപത്തിലേക്ക് എത്തിക്കുന്ന ഒന്നും അവരിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന അർത്ഥത്തിലാണ്. തൻ്റെ അയൽവാസിയായ സഹോദരൻ്റെ ഭാര്യയെ സമീപിക്കുന്നത് കുറ്റമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്.
ആ ഹദീസ് പരിചയപ്പെടുത്തുന്നിടത്ത് 3 കാര്യവും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്താ 3 കാര്യം? നീ നിൻ്റെ മകനെ കൊന്നുകളയുക എന്നുള്ളതാണ്. മറ്റൊന്ന് അള്ളാഹുവിൽ ഒരാളെ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക, ആ സ്ത്രീയുമായി വിചാരത്തിൽ ഏർപ്പെടുക എന്ന കാര്യമാണ്. ഈ 3 കാര്യവും അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ കൂടെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു തിന്മയിൽ ഏർപ്പെടാൻ സാധിക്കുകയില്ല. ആ രൂപത്തിലാണ് വ്യഭിചാരത്തെ പരിചയപ്പെടുത്തിയത്. ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഈമാനുള്ള സാഹചര്യത്തിൽ വ്യഭിചാരം ചെയ്യാൻ സാധിക്കുകയില്ല. എപ്പോഴാണോ ഒരാൾ വ്യഭിചരിക്കുന്നത്, അയാളുടെ ആ വ്യഭിചരിക്കുന്ന സമയത്ത് അയാളിൽ നിന്ന് അയാളുടെ ഈമാനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. പുറത്തേക്ക് വരുമ്പോൾ അയാളുടെ മുകൾ ഭാഗത്ത് അതൊരു കുട പോലെ നിൽക്കും. അയാൾ ആ വ്യഭിചാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, വ്യഭിചാരത്തിൽ നിന്ന് അയാൾ മുക്തനായി കഴിഞ്ഞാൽ, അയാൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അയാളിലേക്ക് വീണ്ടും ഈമാൻ തിരിച്ചു വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ഈ വ്യഭിചാരത്തിന് വലിയ അപകടങ്ങളുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹുവിൻ്റെ കോപം നമ്മൾ വരുത്തി വെക്കുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, ലാ അഹദ അഗ്യറു മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ രോഷമുള്ള ആരുമില്ല എന്നാണ്. ഫലിദാലിക ഹറമൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫവാഹിഷുകളെ, നീചവൃത്തികളെ ഹറാമാക്കിയിരിക്കുന്നു. മാ ളഹറ മിൻഹാ വമാ ബതൻ, അതിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതും എല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അഭിമാന രോഷം ഉണ്ടാകുന്ന സാഹചര്യമായി പഠിപ്പിച്ചിട്ടുള്ളത് നീചവൃത്തിയിൽ വിശ്വാസിയായ ഒരു അടിമ ഏർപ്പെടുമ്പോൾ എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ തിന്മയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അഭിമാന രോഷത്തെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കാരണമാകുന്ന തിന്മയാണ് വ്യഭിചാരം എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൽ പലിശയും അതുപോലെ തന്നെ വ്യഭിചാരവും എല്ലാം വ്യാപകമായാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് വന്ന് പതിക്കാൻ അത് കാരണമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതുപോലെ മാറാരോഗങ്ങൾ സമൂഹത്തിൽ വ്യാപകമാകുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളായ ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, 5 കാര്യങ്ങൾ ഇദബ്തുലീതും ബിഹിന്ന, ആ 5 കാര്യങ്ങളിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ വ അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന ലം തുദ്ഹർ അൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു എന്നാണ്. പ്രവാചകൻ വീണ്ടും പരിചയപ്പെടുത്തുകയാണ്, ഹത്താ യുലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം മുത്തഊനു വൽ ഔജാഉ അല്ലതി ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൗ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളായ ആളുകളെ വിളിച്ച് പറയുന്ന കാര്യം, നിങ്ങൾക്ക് ആ 5 കാര്യങ്ങൾ വരുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് എന്താക്കുന്നു, കാവൽ ചോദിക്കുന്നു എന്നാണ്. അപ്പം മ്ലേച്ഛത, ലൈംഗിക അരാജകത്വങ്ങൾ ഒരു ജനതയിൽ പരസ്യമായ രീതിയിൽ വെളിവായി കഴിഞ്ഞാൽ അവരുടെ പൂർവികർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബാധിച്ചിട്ടില്ലാത്ത, അവർക്ക് നൽകിയിട്ടില്ലാത്ത പകർച്ചവ്യാധികളും വേദനയും അവരിൽ വ്യാപിക്കും എന്ന അർത്ഥത്തിലാണ് ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, വ്യഭിചാരം സാർവത്രികമാകുന്നത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ടാണ് പ്രവാചകൻ പരിചയപ്പെടുത്തിയത് എന്ന കാര്യമാണ്. അറിവ് ഇവിടെ നിന്ന് ഉയർത്തപ്പെടും, ഇവിടെ അജ്ഞത സ്ഥിരപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും, മദ്യപാനം വളരെ വ്യാപകമാവുന്നൊരവസ്ഥയുണ്ടാകും. അതുപോലെ സിന എന്ന വ്യഭിചാരം അതും ഈ ഭൂമിയിൽ വ്യാപകമാകുന്ന സാഹചര്യം ഉണ്ടാകും. പ്രവാചകൻ അന്ത്യനാളിൻ്റെ അടയാളമായി എണ്ണിയെടുത്ത് അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അന്ത്യനാൾ വരെ ഖബറിൽ ശിക്ഷ കിട്ടുന്ന കാര്യമായിട്ടാണ് വ്യഭിചാരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നിസാവും അതുപോലെ തന്നെ റിജാലും, സ്ത്രീകളും പുരുഷന്മാരും ഒരു അടുപ്പ് പോലുള്ള ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടു എന്നുള്ളതാണ്. അവർ വ്യഭിചരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ് എന്ന് പരിചയപ്പെടുത്തുകയുണ്ടായി. ആ അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർസഖിൽ ശിക്ഷ ലഭിക്കുന്ന ആ അവസ്ഥയെ പരിചയപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിക്കുന്നത് ആരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് അൽഫമു വൽ ഫർജു, ജനങ്ങളെ കൂടുതൽ നരകത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാക്കുന്ന ഈ 2 അവയവങ്ങൾ, അവൻ്റെ വായവും അതുപോലെ തന്നെ ഗുഹ്യാവയവവുമാണ്. ഈ 2 അവയവങ്ങളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുകയുണ്ടായി. ഈ അർത്ഥത്തിൽ വ്യഭിചാരത്തിന് വലിയ അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു തിന്മയാണ് സ്വയംഭോഗം എന്ന തിന്മ. ആ തിന്മയിലേക്ക് കൂപ്പുകുത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അവർ അതിനെത്ര ന്യായങ്ങൾ കണ്ടെത്തിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ഒരു ഇബാദുർ റഹ്മാൻ എന്ന ഒരു അള്ളാഹുവിൻ്റെ അടിമയുടെ ക്വാളിറ്റിയിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും, അവരുടെ സ്വന്തം ഇണകളോടും അതുപോലെ തന്നെ അവർ ഉടമപ്പെടുത്തിയ അടിമകളുടെ അടുക്കലുമാണ് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുദിനീയമാക്കിയ ആ ബന്ധം പുലർത്തുന്നത്. അതല്ലാത്ത അതിൻ്റെ അപ്പുറത്തേക്കുള്ളതെല്ലാം
ഹറാമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. ആ അർത്ഥത്തിൽ സ്വയംഭോഗമെന്ന തൻ്റെ ലൈംഗികദാഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്ന ആ തരത്തിലുള്ള തിന്മകളിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുന്നത് വലിയ അപകടം തന്നെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഏറ്റവും അവസാനമായി പരിചയപ്പെടുത്താനുള്ളത് വ്യഭിചാരാരോപണം എന്ന വിഷയമാണ്. വ്യഭിചാരം കുറ്റമാണ്, അത് ചെയ്യുന്നത് തിന്മയാണ്, അത് ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷാ നടപടികളും മുറകളുമെല്ലാം ഇസ്ലാമിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊന്നാണ് വ്യഭിചാരം ആരോപിക്കുക എന്നുള്ളത്. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, മോബിക്കാത്ത് ഏതൊക്കെയാണെന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നിടത്ത് പ്രവാചകൻ ഒന്ന് പറഞ്ഞത് വിശ്വാസികളായ പതിവ്രതകളായ സ്ത്രീകളെ വ്യഭിചാരം ആരോപിക്കലാണ്. അവർ അത് ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ അവർ അത് ചെയ്തു എന്ന് പറയലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ നിലനിൽക്കുന്ന ഈ ഒരു യുഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കും, അതിലൊന്നും ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ അത് യഥാർത്ഥത്തിൽ ചെയ്യാത്തൊരു സാഹചര്യമാകുമ്പോൾ നമ്മളും അത് ഷെയർ ചെയ്യുന്ന, അത് ഫോർവേഡ് ചെയ്യുന്ന, അതിനെപ്പറ്റി സംസാരിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ നമുക്കറിയില്ലല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക, വിചാരാരോപണം എന്ന ആ വലിയ തിന്മയിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ വേണ്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവയവങ്ങളും അല്ലാഹു നൽകിയ ഈ ജീവിതവും എല്ലാം വളരെ ശ്രദ്ധയോടെ അല്ലാഹു എങ്ങനെ ജീവിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ, എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ ആ രൂപത്തിൽ തന്നെ കൊണ്ടുപോകുന്ന, തൻ്റെ കണ്ണിനും തൻ്റെ കാതിനും തൻ്റെ വായക്കും തൻ്റെ കൈക്കാലുകൾക്കും തൻ്റെ ശരീരത്തിനാകമാനം വലിയ ശ്രദ്ധ നൽകി ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്ന അർത്ഥത്തിൽ ജീവിക്കുവാനുള്ള പരിശ്രമം നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാൽ ഇരു ലോകത്തും ശിക്ഷകൾ ലഭിക്കുന്ന ഈ തിന്മയിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കാനും അതിനുള്ള പരിഹാരമാർഗ്ഗങ്ങൾ സ്വീകരിക്കാനും നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും സഹായിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة